ഇന്ന് നമുക്ക് നോക്കുന്നതെന്ന് വെച്ചാൽ 5 ടിപ്സാണ്. നിങ്ങൾക്ക് ചിലർക്ക് അറിയാവുന്നവരായിരിക്കും, ചിലർക്ക് അറിയത്തില്ലാത്തവരായിരിക്കും. അപ്പം ജസ്റ്റ് നിങ്ങളുടെ കമൻസ് ഒന്ന് എന്തെങ്കിലും മിസ്റ്റേക്കുകളുടെ കമൻസ് ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം ഇന്നും നമുക്കൊരു 5 ടിപ്സാണ് പ്രീമിയറിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ക്ലിപ്പുകൾ ചെയ്യാൻ വേണ്ടി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് റെഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമുക്ക് ഫസ്റ്റ് ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബിൾ സിങ്കനൈസേഷൻ ലോക്ക് എന്നാണ് ഇത് പറയുന്ന പേര്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ ട്രാക്കിൽ കണ്ട ട്യൂബിൾ സ്നാക്സ് ലോക്ക് എന്ന് പറഞ്ഞ് എഴുതി വെച്ചത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഓൾറെഡി തന്നെ ഞാനൊരു ലാൻഡ്സ്കേപ്പിൻ്റെ ക്ലിപ്പ് വെച്ചിട്ടുണ്ട്. ഒരു മറ്റേ പായ് വഞ്ചീൻ്റെ ഒക്കെ പോലത്തെ. രണ്ടാമതൊരു പശുവൊക്കെ പുൽമേടിനകത്ത് പുല്ല് കഴിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ക്ലിപ്പ് എന്ന് വെച്ചാൽ ഒരു ബട്ടർഫ്ലൈൻ്റെ. നാലാമത്തെ ക്ലിപ്പ് എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ ഒരു ക്ലോസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം ഈ ക്ലിപ്പിൻ്റെ ഇടയിലേക്ക് നമുക്ക് ഒരു ക്ലിപ്പ് നമുക്ക് ആഡ് ഓൺ ചെയ്യണമെങ്കിൽ, അതാണ് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ പ്രോഗ്രാം വിൻഡോയിൽ ഒരു സീനറി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇന്നോട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ട ഓവർ റൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. ഓവർ റൈറ്റിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓവർ റൈറ്റും ഉണ്ട്, ഇൻസേർട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ഞെക്കുന്നു. നോക്കി, ഇൻസേർട്ട് ആയിട്ടുണ്ട് ക്ലിപ്പ്. നമ്മുടെ ക്ലിപ്പ് ഇൻസേർട്ട് ഉണ്ട്. പക്ഷെ നമ്മുടെ താഴത്തെ ഓഡിയോ ഉണ്ടോ, അത് ഇവിടെ കട്ടായി പോയിട്ടുണ്ട് അല്ലേ. അപ്പോൾ കട്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ട്യൂബിൾ സ്നാക്സ് ലോക്ക് ഓഫ് ചെയ്യുക. ജസ്റ്റ് ഇൻസേർട്ട് ചെയ്ത് നോക്കി, ക്ലിപ്പ് അതിനകത്തേക്ക് ഇൻസേർട്ട് ആവുകയും ചെയ്യും. നമ്മുടെ തൊട്ട് മുമ്പിലിരിക്കുന്ന ക്ലിപ്പ് കുറച്ചും കൂടെ മുമ്പിലേക്ക് ഫോർവേഡ് ആവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടിപ്സ്. സിങ്കണൈസേഷൻ ലോക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അടുത്ത ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ് ഗ്യാപ്പ് എന്നാണ് ഓപ്ഷൻ്റെ ഈ ടിപ്സിൻ്റെ പേര്. ഇതിനെന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ക്ലിപ്പിൻ്റെ ഇടയിൽ ഇഷ്ടംമാതിരി ഗ്യാപ്സ് ഉണ്ടാവും അല്ലേ. നമ്മളിപ്പോൾ ചെയ്തു വരുമ്പോൾ ചിലപ്പോൾ ക്ലിപ്പിൻ്റെ ഇടയിൽ ഇഷ്ടംമാതിരി ഗ്യാപ്സ് ഉണ്ടാവും. ഈ ഗ്യാപ്സ് കളയാൻ വേണ്ടി എല്ലാ ക്ലിപ്പും ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് സീക്വൻസിൽ പോകാം, ക്ലോസ് ഗ്യാപ്പ് കൊടുത്താൽ എല്ലാ ക്ലിപ്പും ജോയിൻ ആവും. ഓക്കെ, ഇതാണ് സെക്കൻഡ് ടിപ്സ്. തേർഡ് ടിപ്സ് എന്ന് പറഞ്ഞാൽ ടൈം യൂണിറ്റ്സ് എന്നാണ് ഈ ടിപ്സിൻ്റെ പേര്. ഇതെന്തെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഓഡിയോ എടുത്ത് വെച്ചിരിക്കുക അല്ലേ. അപ്പോൾ ഓഡിയോ എടുത്ത് വെക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓഡിയോ ക്ലിപ്പിനനുസരിച്ച് ആക്യുറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നീക്കി വെക്കുക അല്ലേ. അപ്പോൾ നമുക്ക് മുകളിൽ നോക്കി ടൈം കോഡിനെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പം നമ്മുടെ ഈ ടൈമിനെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഓഡിയോനെ ബേസ് ചെയ്തിലേക്ക് ആക്കുകയാണെങ്കിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷോ ഓഡിയോ ടൈം യൂണിറ്റ്സ് ഓൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഓഡിയോൻ്റെ ടൈം യൂണിറ്റ്സിലേക്ക് മാറി. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്ത് ചെയ്യാം, ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ഓഡിയോനെ നമുക്ക് അങ്ങോട്ടും ഫോർവേഡും ബാക്ക്വേർഡായിട്ട് നമുക്ക് മൂവ് ചെയ്യാം. ഇതാണ് തേർഡ് ടിപ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി നമുക്ക് 2 ടിപ്സും കൂടെയാണ് ഉള്ളത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് എന്നാണ്. അപ്പം എന്താണ് ആട്രിബ്യൂട്ട്സ് എന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി പറ്റും. ഓൾറെഡി ഞാൻ സ്ക്രീനിനകത്ത് ഞാനൊരു കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഈ ക്ലിപ്പിനകത്ത്. അപ്പം ഈ ക്ലിപ്പിനകത്തുള്ള കളർ എനിക്ക് ബാക്കിയുള്ള പൊസിഷനും കൂടെ ചെയ്യാം. ഓക്കെ, ഈ ക്ലിപ്പിനകത്തുള്ള എഫക്ട്സ് അതേപോലെ എനിക്ക് അടുത്ത ക്ലിപ്പിനകത്ത് ആ സെറ്റിങ്സ് കിട്ടണമെങ്കിൽ ജസ്റ്റ് കോപ്പി, Ctrl+C വിൻഡോസിനകത്ത് അല്ല Command+C മാക്കിനകത്ത് കോപ്പി ചെയ്യാം. ഏത് ക്ലിപ്പാണ് വേണ്ട ക്ലിപ്പ് സെലക്ട് ചെയ്യുക. ക്ലിപ്പ് സെലക്ട് ചെയ്തിട്ട് എഡിറ്റിൽ പോവാം, പേസ്റ്റ് ആട്രിബ്യൂട്ട്സ് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് മോഷനാണ് ഒന്ന്, നമ്മൾ പൊസിഷൻ അത് മോഷനാണ്. രണ്ടത് കളർ ബാലൻസിൻ്റെ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം ആയിട്ട് നമുക്ക് കളർ ഇടും. ഇതാണ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരുന്നത്. ഏറ്റവും അവസാനത്തെ ടിപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റർ എഫക്ട്സ്. ഓക്കെ, ഇതിനകത്ത് അപ്ലൈ ചെയ്തിരിക്കുന്ന എഫക്ട്സ്, ഓക്കെ, നമുക്ക് മാസ്റ്റർ എഫക്ട്സ് ഓഫ് ചെയ്തും ഓണും ചെയ്തും പ്രിവ്യൂവും ഡിസേബിളും കാണാൻ വേണ്ടി പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രോഗ്രാം വിൻഡോൻ്റെ റൈറ്റ് സൈഡ് കോർണർ താഴെ ബട്ടൺ എഡിറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ അത് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഓഫും ഓണും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന എഫക്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസേബിളും പ്രിവ്യൂ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് 5 പ്രീമിയറിൻ്റെ ടിപ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്ന് സജസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ കമൻസും ഒന്ന് താഴെ രേഖപ്പെടുത്തണം. ഓക്കെ, താങ്ക്സ്.